കൊറോണയെ പേടിച്ചിട്ട് മാത്രം പള്ളിയിൽ പോകാത്ത എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? നിങ്ങൾ അള്ളാഹ് നല്ലോണം ഭയപ്പെട്ടുള്ളൂ സഹോദരന്മാരെ. ഒരു ഡോക്ടറായതുകൊണ്ട് തന്നെ പറയാണ്, കാഷ്വാലിറ്റി ഡ്യൂട്ടിയൊക്കെ ഒരുപാട് എടുക്കുന്നത് കൊറോണൻ്റെ കടലിലൂടെ, കൊറോണ അവിടെ ചുമച്ചും തുമ്പിയിട്ടൊക്കെ ഒരുപാട് രോഗികളുടെ നടുവിലൂടെ നമ്മൾ സുഖമായിട്ട് നിർഭയത്വത്തോടെ സമാധാനത്തോടെ നമ്മൾ നടന്നിട്ടുണ്ട്. അവിടെ ഒന്നും നമ്മൾക്കാർക്കും തന്നെ ഇതുവരെ ഈ നിമിഷം വരെ കൊറോണ പിടിച്ചിട്ടില്ല. നമ്മൾ മാസ്ക് ധരിക്കാറുണ്ട്, സത്യമാണ്. അവിടെ നമ്മൾ കാഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കുമ്പോൾ വേറെ മാസ്ക് ധരിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഷീൽഡ് ഇടുന്നുണ്ട്, ഗ്ലൗസ് ഇടുന്നത് സത്യമാണ്. ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം, സർക്കാരിൻ്റെ നിയമപ്രകാരം എന്താണോ പ്രോട്ടോക്കോൾ, ആ പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള മാസ്ക് ധരിച്ച് ഫിസിക്കൽ ഡിസ്റ്റൻസിങ് സാനിറ്റൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പള്ളിയിൽ പോകാം എന്ന് ഡോക്ടർമാരും സർക്കാരും എല്ലാം അനുവദിച്ചിട്ട് പോലും നിങ്ങൾക്ക് കൊറോണയെ പേടിച്ചിട്ട് പോവാതെ ഇരിക്കുകയാണെങ്കിൽ വലിയ അപകട സഹോദരന്മാരെ, വലിയ അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. ഒരു പള്ളിയിൽ മാത്രമാണോ കൊറോണ ഇത്തിക്കാഫ് ഇരിക്കുന്നത്? എന്താണ് കുറച്ച് നമ്മളെപ്പറ്റി ബോധം ഉണ്ടാവണ്ടേ? നമ്മൾ ഏതാണ് പോകാത്ത സ്ഥലം? എല്ലാ സ്ഥലത്തും പോകുന്നുണ്ടല്ലോ. നമ്മൾ അങ്ങാടിയിൽ പോകുന്നുണ്ട്, മീൻ മേടിക്കാൻ, പച്ചക്കറി മേടിക്കാൻ, ഇറച്ചി, എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട്, കുടുംബത്തിലെല്ലാം പോകുന്നുണ്ട്. പള്ളിയിലേക്ക് മാത്രം പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ മൂടിപ്പോയിട്ടുണ്ട് സഹോദരന്മാരെ. നല്ലോണം ചിന്തിച്ചു. ഒട്ടകത്തെ കെട്ടിയിടണം എന്നുള്ള സത്യമാണ്, തീർച്ചയായിട്ടും ഒരിക്കലും നിഷേധിക്കല്ല. സർക്കാരിൻ്റെ കോവിഡ് പ്രോട്ടോക്കോൾ നിയമം അപ്പടി തന്നെ പാലിക്കണം എന്നുള്ള സത്യമാണ്. പക്ഷെ നമ്മൾ ഈ ഒട്ടകത്തെ വല്ലാതെ കെട്ടിയിട്ടിട്ടിട്ട് ഒട്ടകത്തെ തന്നെ കൊല്ലല്ലേ, വധിക്കല്ലേ സഹോദരന്മാരെ. ആരും തന്നെ ദയവ് ചെയ്ത് അബദ്ധത്തിൽ അള്ളാഹുവിനെ കാട്ടി ബുദ്ധിയുണ്ടെന്ന് ചിന്തിച്ച് വീട്ടിൽ സുരക്ഷിതരാണെന്ന് ചിന്തിക്കല്ലേ. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടി ഇതേ കോവിഡ് വൈറസ് നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങളുടെ റൂഹ് പിടിച്ച് കൊണ്ടുപോകാൻ പറ്റും. നല്ല തിരിച്ചറിവുണ്ടാവണം. അന്ന് നിങ്ങൾ പള്ളിയിൽ വരാതെ, ലോക്ക്ഡൗണിൻ്റെ ശേഷം പള്ളികൾ തുറന്നിട്ട് പോലും പള്ളികൾ വരാതെ മടിഞ്ഞ് വീട്ടിൽ നിന്നിട്ട്, അഥവാ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു ഇലക്ട്രീഷ്യനോ ഒരു പ്ലംബറോ അല്ല ഒരു മീൻ വെക്കുന്ന ഒരാൾ അതിലൂടെ നിങ്ങൾക്ക് കോവിഡ് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ കോവിഡ് കൊണ്ട് വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഖേദിച്ചിട്ട് മടങ്ങും സഹോദരന്മാരെ. എന്തുകൊണ്ടാണ്? ജീവിതത്തിൻ്റെ അവസാന ഭാഗം, ജീവിതം മുഴുവനും മുറുക്കെ പിടിച്ച്, അള്ളാഹിനെ മുറുക്കെ പിടിച്ച് ജമാഅത്തിന് പോയ വ്യക്തികൾ പോലും അവസാനം അവനവൻ്റെ ഹൃദയത്തിൽ കാപ്പട്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ ഞാൻ കുണ്ടിലേക്ക് ഖബറിലേക്ക് പോകുന്ന അള്ളാഹിനെ കണ്ടുമുട്ടാൻ പോകുന്നത്. ഖേദിച്ച് ദുഃഖിതരായിട്ട് നിരാശരായിട്ട് ലജ്ജിച്ചിട്ട് മടങ്ങേണ്ട ഗതികേട് വരും സഹോദരന്മാരെ. നല്ല തിരിച്ചറിവുണ്ടാവണം. ഒരു ഡോക്ടറെന്ന് കൂടിയാണ് ഞാൻ പറയുന്നത്. മെഡിക്കൽ സയൻസിനെ പറ്റി നല്ല ബോധമുണ്ടായിട്ട് തന്നെ പറയുന്നത്, പള്ളിയിൽ പോയിട്ട് ഇതുവരെ ഇത്രയും 8-7 മാസമായി ഇന്നേ വരെ ഒരു പള്ളിയിൽ നിന്നും പെട്ടെന്ന് ഒരാളിൽ നിന്ന് 10 ആൾക്കത് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ്? പള്ളിയിൽ പോകുന്നവർ അള്ളാഹിനെ ഭയപ്പെടുന്നവരാണ്. അവിടെ പോകും, മുസല്ലെടുത്ത് പോകും, ഒളു എടുത്തിട്ട് പോകും, എന്നിട്ട് അവിടെ നിസ്കരിക്കുന്നു, ഫിസിക്കൽ ഡിസ്റ്റൻസ് വെച്ച് നിസ്കരിക്കുന്നു, സാനിറ്റൈസ് ചെയ്യുന്നു, മാസ്ക് ധരിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് പള്ളി നിസ്കാരം കഴിഞ്ഞിട്ട് അവർ പ്രാർത്ഥിച്ചിട്ട് അവർ വീട്ടിലേക്ക് മടങ്ങി പോകുന്നു. നമ്മളിപ്പോൾ ഒരു മാസങ്ങളായി നമ്മളൊക്കെ പള്ളിയിൽ പോകുന്നു. അൽഹംദുലില്ലാ ഒരു പള്ളിയും പിന്നെ പൂട്ടേണ്ട വന്നിട്ടില്ല.